ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തിരുമലയിലെ ദർശനമൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ തിരുപ്പതിയിലേക്ക് ഇറങ്ങേണ്ട. നമ്മളിപ്പോൾ ആ ബസ് ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ബസ് ടിക്കറ്റും അതേ കൂട്ട് തന്നെ നമ്മളുടെ ഉള്ള ആധാർ കാർഡും ആധാറിൻ്റെ കോപ്പിയും ഒക്കെ നമ്മൾ കയ്യിൽ കരുതണം കേട്ടോ. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു റൂം കിട്ടണതിന് വരെയും ഈ ആധാറിൻ്റെ കോപ്പിയും ആധാർ കാർഡൊക്കെ വേണം, ഒറിജിനലൊക്കെ വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊന്നും ആരും മറക്കരുതട്ടെ ഇങ്ങോട്ടൊക്കെ പോരുമ്പോൾ എടുക്കാനായിട്ട്. നമ്മളപ്പം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു തിരുപ്പതി യാത്രയായിട്ട് ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാട്ടോ. അത് കണ്ടാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാവുള്ളൂ. ഇനിയപ്പോൾ നമുക്കുണ്ടല്ലോ താഴേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ പത്മാവതി ആൻമങ്കോവിൽ, അതിട്ട് തന്നെ കപില തീർത്ഥം, ഗോവിന്ദരാജസ്വാമി ടെമ്പിൾ, ഇതൊക്കെ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ആ ക്ഷേത്രങ്ങളിലോട്ടൊക്കെ ആയിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി തിരുമലയിൽ വെച്ച് ചിന്നിട്ട് ചെരുപ്പ് കടണ്ടായിരുന്നു. ആരോ അടിച്ചു മാറ്റി. ഞങ്ങൾ തൊഴുത് വന്നപ്പോൾ തന്നെ ആരോ അടിച്ചു മാറ്റി. അതുകൊണ്ട് തന്നെ തിരുമലയിലാണെങ്കിൽ ചെരുപ്പ് കടയുമില്ല. നമുക്ക് ആദ്യം തന്നെ ഒരു ചെരുപ്പാണ് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമായിട്ട്. അപ്പോൾ ഈ തിരുപ്പതിയിൽ വന്നതിന് ശേഷം കേട്ടോ നമുക്ക് ഈ ചെരുപ്പ് കടയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ചെരുപ്പ് കട അന്വേഷിച്ചാൽ നമ്മൾ നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഈ ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞാൽ ഇവർ അന്യായ പൈസയൊക്കെ ആയിട്ടാണ് പറയുന്നത്. 250 രൂപയൊക്കെ ആയിട്ടോ ഓട്ടോ ചാർജ് പറഞ്ഞത്. പക്ഷേ തർക്കിച്ച് ലാസ്റ്റ് 150 രൂപയ്ക്ക് അവർ നമ്മളെ പത്മാവതി അമ്മൻകോവിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് പിന്നായിട്ട് ഇവിടെ ഒരു ചെരുപ്പ് കടയുണ്ട്. ആ ചെരുപ്പ് കട കയറി ആദ്യം തന്നെ ഒരു ചെരുപ്പ് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ പരമാവധി ഓട്ടോറിക്ഷക്കാരോടൊക്കെ പരമാവധി തർക്കിച്ചാൽ മാത്രമേ അവർ പൈസ കുറച്ച് തരുള്ളൂ കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചെരുപ്പ് കടയിൽ കയറിയൊക്കെ ഉണ്ടായി. ചെരുപ്പ് കടയിൽ കയറിയിട്ടാണെങ്കിലും അതിലും വലിയ പശകാണ്. കാരണം 100 രൂപയുടെ ചെരുപ്പിനൊക്കെ 250 രൂപയാണ് പറയുന്നത്. ഞങ്ങളപ്പോൾ അധികം പൈസയുടെ ചെരുപ്പൊന്നും ചെറിയ ചെരുപ്പ് മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. നമ്മളപ്പോൾ ആ പത്മാവതി അമ്മൻകോവിലിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയൊക്കെ ഉണ്ടായി. ഇവിടെ നടു റോട്ടിൽ തന്നെ ഒരാൾ വടിയും കുത്തി പിടിച്ച് നിൽക്കുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെയിലത്ത് നിൽക്കുകയാണ് ഒരു ബക്കറ്റും വെച്ചിട്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് ആളെ തൊട്ടൊക്കെ നോക്കിയിട്ട് അനക്കാനൊക്കെ നോക്കുന്നുണ്ട്. കണ്ണൊക്കെ ജിമ്മാതെ നിൽക്കുകയാണ് ഇങ്ങനെ സ്റ്റാച്ചു പോലെ തന്നെ. അപ്പോൾ അനങ്ങാതെ നിന്നാൽ മാത്രമേ ആൾക്കാർ പൈസ കൊടുക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഒരാളൊരു മുട്ടത്തലയും വന്നിട്ട് ആളെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എന്തൊക്കെ ചോദിച്ചൊക്കെ അനക്കാനൊക്കെ നോക്കിയാണ്. ആൾക്കാരെ കൊണ്ടൊന്ന് പൈസയും ഇടുന്നുണ്ട്. ഇവിടെ വന്നാലും നമുക്ക് ഇവിടെ ലഗേജുകൾ വെക്കാനും അതേപോലെ തന്നെ നമ്മളെ ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കാനും ഫോണൊക്കെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് ഓരോരോ കൗണ്ടറുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് തന്നെ അത് കഴിയുമ്പോൾ കുറേ പേര് പൈസയും ചോദിക്കുന്നുണ്ട്. അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മാത്രം മതി, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം തികച്ചും ഫ്രീ തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുത് പുറത്തേക്കൊക്കെ ഇറങ്ങി അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോവുകയുണ്ട്. അപ്പോൾ ഇവിടെയും ഉണ്ട് കേട്ടോ, മറ്റേ അന്നപ്രസാദ കൗണ്ടറുകൾ ഇവിടെയും ഉണ്ട്. നമുക്ക് ഇവിടെയും വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടും കേട്ടോ. ഒരു 11 മണിയൊക്കെ തൊട്ട് ഭക്ഷണം കൊടുത്തു തുടങ്ങും ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി പോകുന്നത് കപില തീർത്ഥത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും ഈ ഓട്ടോറിക്ഷ കയറിയിട്ട് 200 രൂപയാണ് ആദ്യം പറഞ്ഞത് ഞങ്ങളോട്. അങ്ങനെ പറഞ്ഞ് 100-ന് ഓടയാണ്, 100 രൂപക്ക് ആണ് ഈ ഓട്ടം ഓടുന്നത്. അപ്പോൾ അത്രയും പൈസ കൂട്ടിയാണ് ഇവർ നമ്മളോട് പറയുന്നത് ഓരോ സ്ഥലത്തേക്കും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ബസ്സിന് നമ്മളുടെ തിരുമലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലമോട്ടേക്കാണ്. ശരിക്കും നമുക്ക് ആ ബസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി. പക്ഷേ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു കേട്ടോ. ഈ ബസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ഞങ്ങളപ്പോൾ അതാണ് നേരെ തിരുപ്പതി സ്റ്റാൻഡിലേക്ക് പോയത്. ആ സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ തിരിച്ച് ഈ ഓട്ടോയിൽ വരേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ തിരുമലയിൽ നിന്ന് ഇറങ്ങുന്ന ബസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാം, ഓരോ ക്ഷേത്രങ്ങളിലും കയറി പോകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ ശിവരാത്രിയുടെ തിരക്കാട്ടെ. ശിവരാത്രിയുടെ തലേ ദിവസമാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ശിവരാത്രിയുടെ ഒരുക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ആനയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ആനയുടെയൊക്കെ ഒരു പ്രത്യേകതയൊക്കെ നെറ്റിക്കലൊക്കെ അടിപൊളിയായിട്ട് വലിയൊരു കുഴിയൊക്കെ തൊട്ട് നല്ല പ്രത്യേകതയോടെ നിൽക്കുന്ന നല്ല രസമുള്ള ആനകൾ കേട്ടോ. ഇപ്പോൾ ക്ഷേത്രത്തിൽ തന്നെ സ്വന്തമായിട്ടുള്ള ആനകളാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ കപില തീർത്ഥക്കുളത്തിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ആ ഒരു കറുത്ത പാടുണ്ട് അവിടെ. വർഷക്കാലത്തൊക്കെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ വശത്താണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിലകത്തുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഈ ശിവരാത്രിയുടെ തലേദിവസമായതുകൊണ്ട് തന്നെ നല്ല നല്ല പരിപാടികളൊക്കെ ഇടേണ്ടിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കണ്ടു നിന്ന് അങ്ങനെ ഇവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് മുമ്പ് നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 11 മണി 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ചായക്കടയിൽ നിന്ന് മസാല ദോശയും ഇഡ്ഡലിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് വെറും 160 രൂപയാണ് ഞങ്ങൾക്ക് ആയത് 2 പേർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് നേരം ബസ് കാത്ത് നിന്നിട്ടു. പക്ഷേ ബസ് വരണുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓട്ടോക്കാരനെ കണ്ടു. ഓട്ടോക്കാരൻ വെറും
60 രൂപക്ക് റിട്ടേൺ പോണ ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ 60 രൂപക്ക് നമ്മളെ ഗോവിന്ദരാജസ്വാമി ടെമ്പിളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. ഈ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ലാസ്റ്റ് വന്ന് കയറാൻ കരുതി. കാരണം ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ട ടൈമായി. ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2:50 നമ്മളുടെ ട്രെയിൻ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഗോവിന്ദരാജസ്വാമി ടെമ്പിളിലേക്ക് എത്തിയേക്കേണ്ടു. നമ്മൾ ഈ റിട്ടേൺ പോകുന്ന ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, ഓട്ടോറിക്ഷക്കാരനും തർക്കിച്ചിട്ട് തന്നെയാണ് ഈ 60 രൂപ ഓടിയത്. ഫസ്റ്റ് 160 രൂപയാണ് പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞാണ് പുള്ളി റിട്ടേൺ പോരുന്നത് കൊണ്ടാണ് 60 രൂപക്ക് ഓടിയത് കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഇത് വേണ്ട, റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് പേര് വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു, നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടു. എല്ലായിടത്തും കയറി നമ്മളുടെ യാത്രയെല്ലാം ഉണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് പോകാൻ സാധിച്ചില്ല കേട്ടോ, കാളഹസ്തി മാത്രം നമുക്ക് പോകാൻ സാധിച്ചില്ല. അത് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ബുക്ക് ചെയ്തത് 2:50 ട്രെയിനാണ് ബുക്ക് ചെയ്തത്. അതിന് പകരം വൈകിട്ടത്തേക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് കാളഹസ്തിയും കൂടി കറങ്ങി ആ ക്ഷേത്രവും കൂടി പോയി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരാമായിരുന്നു കേട്ടോ.